പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 7-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, മർത്യന് ഭൂമിയിൽ യുദ്ധസേവ ഇല്ലയോ? അവന്റെ ജീവകാലം കൂലിക്കാരന്റെ ജീവകാലം പോലെ തന്നെ. മർത്യന് ഭൂമിയിൽ യുദ്ധസേവ ഇല്ലയോ? ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പോരാടുന്നുണ്ട്. രോഗത്തിന് വേണ്ടി പോരാടുന്നുണ്ട്. തൻ്റെ വിശപ്പടക്കാൻ വേണ്ടി അവൻ പോരാടുന്നുണ്ട്. എന്താണ് പറയുക, ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവൻ പോരാടുന്നുണ്ട്. ഇതിനെല്ലാം അവൻ എപ്പോഴും പരിഹാരം തേടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? എന്നാൽ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ കാലങ്ങൾ കഴിഞ്ഞു പൊക്കോണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സമയം കഴിഞ്ഞു പൊക്കോണ്ടേയിരിക്കുന്നു. ശത്രുക്കൾ പ്രബലപ്പെട്ടു വരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. മനസ്സിലായോ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ശത്രുവിനെയും കണ്ട് നിങ്ങൾ പേടിക്കാൻ പോകരുത്. മനുഷ്യനായാലും പിശാചായാലും ഭൂതമായാലും എന്ത് തന്നെയായിരുന്നാലും ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന, അതായത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒന്നിനും നിങ്ങൾ ഭയപ്പെടാൻ പോകരുത്. ഭയപ്പെടേണ്ടത് കർത്താവായ യേശുവിനെയാണ്. കാരണം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. കർത്താവിനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളും വചനങ്ങളും അനുസരിച്ച് ആ വഴിയെ നടക്കുക, അല്ലാതെ മനുഷ്യനെ ഭയപ്പെടാൻ പോകരുത്. ഭയം ഒരു കെണിയാണെന്ന് ദൈവം തമ്പുരാൻ പറയുന്നു. അതിനേക്കാൾ ഉപരി ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഭയം കൊണ്ടിടുന്നത് പിശാചാണ്. ആമേൻ. ഭയം, അങ്ങനെ ഒരു ഭയം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കൊണ്ടിടുമ്പോൾ ആ ഭയം ആ മനുഷ്യനെ നരകയാതന അനുഭവിക്കുന്ന അവസ്ഥയിലെത്തിക്കും. മനുഷ്യന്മാർക്ക് പല ഭയങ്ങളും ഉണ്ടാവും. മനസ്സിലായോ? ശത്രുഭയം, രോഗഭയം. ഒരു രോഗം വന്നു കഴിയുമ്പോൾ പിതാവ് അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കും. ആരെങ്കിലും ഒന്ന് കണ്ണുരുട്ടിയാൽ പിന്നെ ആ ശത്രുവിനെ പേടിച്ച് നടക്കും. ഇതൊന്നും ഭയപ്പെടാൻ പോകരുത്. ലോകത്തിലെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന യാതൊന്നിനെയും ഭയപ്പെടാൻ പോകരുത്. പകരം ആകാശവും ഭൂമിയും അതിലുള്ള സകലത്തിനെയും ഉണ്ടാക്കിയ, ഇല്ലാത്തിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവ് യേശുവിനെ ഭയപ്പെടുക, അവൻ്റെ കൽപ്പനകളും വചനങ്ങളും അനുസരിച്ച് ആ വഴിയെ നടക്കുക. ആമേൻ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾ കർത്താവായ യേശുവിൽ പരിഹാരം കണ്ടെത്തുക, പ്രാർത്ഥിക്കുക. ദൈവം തീർച്ചയായും നിങ്ങൾക്ക് വിടുതൽ തരും. അതിനാൽ ഒരു മനുഷ്യനെയും, ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു സൃഷ്ടിയെയും പേടിക്കാൻ പോകരുത്. ഞാൻ കൊറോണയെ പോലും പേടിച്ചിട്ടില്ല. മനസ്സിലായോ? ഞാനും എൻ്റെ അമ്മ ഈ വീട്ടിൽ തന്നെയാണ് താമസം. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഒരുമിച്ചാണ് താമസം. എൻ്റെ അമ്മയ്ക്ക് കൊറോണ വന്നു. അമ്മയുടെ കൂടെ താമസിച്ച എനിക്ക് കൊറോണ വന്നില്ല. മനസ്സിലായോ? എന്നാൽ അമ്മയ്ക്ക് കൊറോണ വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോലും ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല. ഇവിടെ ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ ആ ടെസ്റ്റിലാണ് അമ്മയ്ക്ക് കൊറോണ ഉണ്ടെന്ന് മനസ്സിലായത്. അമ്മയെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം 3 തവണ എന്നെ അവർ ടെസ്റ്റ് ചെയ്തു. എനിക്ക് കൊറോണ വന്നില്ല. കാര്യം എന്താ? ഞാൻ പേടിച്ചില്ല. ഞാൻ അപ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ കരുതുമെന്ന്. എന്നാൽ അമ്മ ഇവിടെ ആർക്കോ കൊറോണ വന്നു, ഒരു വീട്ടിലും പോകരുത്, ആരുടെ അടുക്കലും പോകരുത് എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ പോയി വരുത്തി വെച്ചതാ. അത് കാരണം ഞാനും അറിഞ്ഞില്ല. കൊറോണയുടെ ലക്ഷണങ്ങളൊന്നും നമുക്കറിയത്തില്ലല്ലോ. ആദ്യമായിട്ട് വണ്ടിയും പിടിച്ച് വന്നതല്ലേ ചൈനയിൽ നിന്ന്. അതുകൊണ്ട് നമുക്കറിയത്തില്ലല്ലോ. അതിനാൽ ഒന്നിനെയും പേടിക്കരുത്. ആമേൻ. അല്ലേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? കൊറോണ വണ്ടിയും പിടിച്ചല്ലേ ഇന്ത്യയിലോട്ട് വന്നത്, അല്ലാതെ ഇന്ത്യയിൽ നിന്നും കൊറോണ വണ്ടിയും പിടിച്ച് അങ്ങോട്ട് പോയില്ലല്ലോ. അപ്പോൾ ഒന്നിനെയും ഭയപ്പെടരുത്. കർത്താവിൽ പ്രത്യാശ വെക്കുക. ആമേൻ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് മേലും പ്രതിസന്ധികൾക്ക് മേലും ദൈവം വിടുതൽ തരും. പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഒരു മനുഷ്യൻ ഉയരങ്ങളിൽ എത്തത്തുള്ളൂ, അവൻ്റെ ജീവിതവും രക്ഷപ്പെടുകയുള്ളൂ. ആമേൻ. വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.